സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന അംബാവിലാസ് കൊട്ടാരം അഥവാ മൈസൂർ പാലസ്. കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമായ മൈസൂരിന് കൊട്ടാരങ്ങളുടെ നഗരമെന്ന ഒരു വിളിപ്പേരുണ്ട്. മൈസൂരിൽ എത്തിച്ചേരുന്ന ഏതൊരു സഞ്ചാരികളെയും അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ നിരവധി കൊട്ടാരങ്ങൾ തന്നെയാണ് മൈസൂരിലെ പ്രധാന ആകർഷണം. മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്ന അംബാവിലാസ് പാലസ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മൈസൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1940-കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. ഇൻഡോ സാസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാസനിക് വാസ്തുവിദ്യ. മാർബിളിൽ തീർത്ത അർത്ഥകുംഭങ്ങളോടുകൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വലിയൊരു ഉദ്യാനത്താൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം 1638-ലുണ്ടായ ഒരു ഇടിമിന്നലിൽ ഭാഗികമായി നശിക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇത് പൂർണ്ണമായി പൊളിച്ച് പുതിയ കൊട്ടാരം പണിതു. പക്ഷേ അനർത്ഥങ്ങൾ അവസാനിച്ചിരുന്നില്ല. 1897-ലുണ്ടായ ഒരു തീപിടുത്തത്തിൽ കൊട്ടാരം കത്തി നശിച്ചു. പിന്നീട് ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷ് വാസ്തുശില്പി രൂപകൽപ്പന ചെയ്ത് 1912-ൽ പണി പൂർത്തിയായ കൊട്ടാരമാണ് ഇപ്പോഴുള്ളത്. ആയിരക്കണക്കിന് അടിമകളുടെ 15 വർഷത്തെ കഠിനാധ്വാനമാണ് ചരിത്രത്തിൽ ഇടം നേടിയ ഈ ആഡംബര കൊട്ടാരം. മാർബിൾ മിനാരങ്ങൾ, ചുറ്റും പൂന്തോട്ടം, 7 വലിയ ആർച്ചുകൾ, മധ്യത്തിലെ ആർച്ചിന് മേൽ ഗജലക്ഷ്മിയുടെ മനോഹരമായ പ്രതിമ, ദർബാർ ഹാളുകൾ, അംബവിലാസ ഹാൾ, ജോൾസ് പവലിയൻ, കല്യാണ മണ്ഡപം, പാലസ് കോംപ്ലക്സിലെ 12 ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ വിശേഷപ്പെട്ട കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് മൈസൂർ കൊട്ടാരം. രാജകീയ വേഷങ്ങൾ, ആഭരണങ്ങൾ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ എന്നിവയും സഞ്ചാരികൾക്ക് കാണാനായി പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ, സിദ്ധലിംഗസ്വാമി, കെ വെങ്കടപ്പ എന്നിവരുടെ പെയിന്റിങ്ങുകൾ കൊട്ടാര ചുമരുകളിൽ കാണാം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്.